വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫിലിം വേർഡ് ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അനീച്ചി നമ്മളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഞാനാണോ അഖിലേട്ടനാണോ ഉത്തരം പറയാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പിക്ക് കാണിച്ചു തരാം. ഇതാ ഫസ്റ്റത്തെ പിക്ക്. ഇനി ഗസ്. മീന തലകെട്ടിലാണ് പറഞ്ഞ മീനാക്ഷിന്റെ മീനല്ലേ അത്? മീനാക്ഷിപുരത്തെ കല്യാണം ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷെ മീനാക്ഷിപുരത്തെ കാഞ്ചീപുരത്തെ മീനാക്ഷി തന്നെയാണ് സ്റ്റാർട്ടിങ്. മീനാക്ഷി കെട്ട്, മീനാക്ഷി വിവാഹം, മീനാക്ഷി കല്യാണം, മീനാക്ഷി കല്യാണം. മീനാക്ഷി കല്യാണാണ് ആൻസർ. മീനത്തിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വെള്ളരി പ്രാവിന്റെ കല്യാണം, വെള്ളരി പ്രാവിന്റെ കൂട്ടം. അത് ശരിയാണ്. ലാസ്റ്റത്തെ മാത്രമാണ് വെള്ളരി പ്രാവിന്റെ കല്യാണം, വെള്ളരി പ്രാവിന്റെ ചങ്ങാതി. യെസ്. ഞാനറിയില്ല, ഞാനിപ്പോ ഉദാഹരണം സുജാത. ഞാനെങ്കിലും ഞാൻ കുറെ കളിച്ചില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാം ദിയാണ് ഇപ്പൊ ലീഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു ക്ലൂ വേഗം തരാം. രണ്ടാൾക്ക് പറയാൻ പറ്റുമെന്ന്. കാവ്യ മാത്രം. നീ രണ്ടിലും അല്ല. അന്യ പിന്നെ ഇതെന്ത് നെല്ല്? നീ രണ്ട് എല്ലിലും. നെല്ല്. ഓക്കെ. ഇവരെല്ലാം ലോക്കൽ സിനിമയില് കാണും. ഞാൻ പ്രശസ്തമായ സിനിമകളൊക്കെയാണ്. എന്താ ലോക്കൽ സിനിമ? കുറച്ച് പഴയ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു സിനിമയുണ്ട് കേട്ടോ. നല്ല ഇത് വളരെ സിമ്പിളാ. എനക്കറിയുന്നോണ്ടാണോ നിനക്ക് അറിഞ്ഞൂടാ? എന്തിനാ രണ്ടാമത്തേത് മുട്ടയാ? അതൊന്നും എനക്ക് അറിഞ്ഞൂടാ. സൂം ചെയ്ത് വേണേ കാണിച്ചത്. എനിക്കത് ചക്കര മുത്ത്. യെസ്. അഖില് സീറോ ആയിട്ട് മുന്നേറുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രൈ അഗൈൻ. ഫെയിൽ അഗൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒറ്റ വീഡിയോ കോയി ചിപ്പിയാ? കോയി ചിപ്പ് നടനോ നടിയായിട്ടും പറയുന്നത് എനക്ക് വലിയ ഐഡിയ ഉണ്ട്. അതെന്ത് കോഴിയാ, എങ്ങനത്തെ കോഴിയാന്നല്ലോ. പിടക്കോഴി കൂന്ന് നൂറ്റാണ്ട. നൂറ്റാണ്ട് എങ്ങനെയത് വരുന്ന? സെഞ്ചുറിയാ? അങ്ങനെ നോക്കി പറ. ഞാൻ തോറ്റതാദ്യേ. 1 2 3 4 5. ഇനി 15 ക്വസ്റ്റ്യൻ. ഓവർകം ചെയ്യാനുള്ള സമയം. ഞാൻ തിരിച്ചു വരും ഗൈസ്, തിരിച്ചു വരും. വന്നിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊച്ചി രാജാവാ? യെസ്. കൊച്ചി കൊച്ചി രാജാവ് ചീഫ് സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടി ഫാൻസ്. മമ്മൂട്ടിയാ കൊച്ചി രാജാവ്? അതൊക്കെ കട്ടി അതൊന്നല്ല, ഞാൻ അച്ചിയില് പിടിച്ചതാ. അടുത്തത് കഴിഞ്ഞ വെരി ഇരട്ട കുട്ടികൾ, ക്രിസ്ത്യൻ ബ്രദേഴ്സ്. യെസ്. അങ്ങനെ കാണില്ല വഴി. എനിക്ക് കാണില്ല. എല്ലാം എന്റെ കണ്ണത്ര പിടിക്കുന്നില്ല, അതുകൊണ്ട് ഫോണില് ബ്രൈറ്റ്നെസ് ഇല്ലാതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിക്രമാദിത്യ. രാക്ഷസ. ഹനുമാൻ ടോഡ. ഇതാരാന്ന് ആദ്യം മനസ്സിലാക്കി. ഇതാരാണ് അത്? ആരാന്ന് മനസ്സിലാക്കി. ബസ് റൂട്ട്. ബസ്സിൽ എടുത്തുല്ലേ? ഈ രണ്ട് വാക്കുകൾ മാത്രമാണ്. കർണൻ, നെപ്പോളിയൻ വധസിംഗ്.
ഈ സംഭവം വെള്ളായിരിക്കും ഒരതോ അതാർക്കാന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ബാൽ തുടങ്ങുന്ന ഒരു ഭീമപുരം. എടാ ഇതെന്താ അതാ എത്തി ഭീമ റോഡ്. ഭീമ ഇതെന്തുന്നാ ഭീമ റോഡ്, ഭീമ വഴി, അതന്നെ അതിന്റെ ഭീമ റൂട്ട്, അതന്നെ ഏകദേശം അതിന്റെ ഭീമ വയൽ, അതന്നെ അതിന്റെ ഒന്നും ഭീമപാത. ഞാനറിയാലോ ഇങ്ങനെ സിനിമ ഞാൻ കേട്ടിക്കൊള്ളു. അതായത് സിനിമ ഭീമന്റെ അതന്നെ എന്തെന്നാ ഇത് ഭീമന്റെ വഴി. ഞാൻ പറഞ്ഞു ഒരു മാറിയ ഫൈനൽ. ഓക്കെ, അവസാനം അയ്യല്ലേ കൊണ്ട് പറയിപ്പിച്ചു. അല്ല എനിക്കറിയില്ല, ഞാൻ സസ്പെൻസ് ഇട്ടതാ. ഇനി അടുത്ത വേഗം നോക്കൂ. മലയാളി മാമന് വണക്കം. ഞാൻ നോക്കുമ്പോൾ ഇനി ഉത്തരം പറയാതെ എനിക്കുള്ള സമയം വേണ്ട. ഒരേ സമയമല്ലേ കാണിച്ചിരുന്നു. ആർത്തർ ഗ്രീൻ കോമഡി. CID മൂസ. രണ്ടാണ് അറ്റായിട്ട് എന്നാ സീറോ മാർക്ക്. സീറോ മാർക്ക്. അധികം പഴയ അഞ്ചാം പാതിര. എന്റെ കേട്ടിട്ട് പറഞ്ഞത് അങ്ങനൊക്കെ ഇപ്പോഴും പറഞ്ഞിരിക്കാൻ തുടങ്ങി ആദ്യം തുടങ്ങിപ്പോയതാ. അഞ്ചാം പാതിര. ഓക്കെ, പാതി ഇരാല എന്റെ അമ്മ നോക്കോളെ. എന്തായാലും ഞാൻ കയ്യെത്തും ദൂരത്ത്. സത്യം ശിവസുന്ദരം. ശിവേട്ടനല്ലേ അത്? അങ്ങനെ സത്യം ശിവേട്ടനെ കണ്ടാൽ എനിക്ക് ശിവ നടക്കുന്ന മനസ്സിലായ. സത്യം ശിവം സുന്ദരം. നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. വല്യേട്ടൻ. പത്തേമാരി. യെസ്, ഇങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് എല്ലാം വരട്ടെ. 10A മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഖിലേട്ടൻ. ഇത് കുറച്ചൊരു ടഫാണ്. ഇത് നമ്മള് ഫ്രിഡ്ജിന്നും ബാഗിന്നും വിചാരിക്കാണ്ട് അതൊരു ഫ്രിഡ്ജിൽ നമുക്ക് എന്താ കിട്ടുക? അഞ്ചാം പാതിരേക്ക്. ഫ്രിഡ്ജിൽ അല്ല, മറ്റേ കോൾഡ് ഫ്രിഡ്ജ്, കോൾഡ് കേസ്. അങ്ങനെ കളറല്ല, ഇങ്ങോട്ട് കേസ്. ബാഗ് നല്ല അതിന് പറയാം, സൂട്ട് കേസ്. അപ്പൊ അങ്ങനെയാണ്, അല്ലാണ്ട് ബാഗ് നല്ല ഞാനല്ലാണ് ബാഗ് എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്നത്തെ ചിന്താവിഷയം അതാ. പിന്നെ ഇത് ഇപ്പോഴത്തെ ഒരു ഞാൻ മീനിങ്. തോറ്റു. ഇതൊരു മലയാള വാക്കുകളാ എല്ലാം വരും, പണ്ടേയുള്ള. ഇത് സ്വർണത്തിനാണ്, അതിന് വേറെന്നാ പറയാ, അങ്ങനത്തെ എല്ലാം. ഈ 3 അക്ഷരവും കാലാ തുടങ്ങുന്നത്. സ്വർണത്തിന് കാത്തുന്നല്ലേ? എന്നിട്ട് ബാക്കി 3 കൂടി കിട്ടും. നടന്റെ പേരറിയാവാ? എനിക്കൊന്നും അറിയാം. കനകം മൂലം. അതന്നെ, അങ്ങനത്തെ ഒരു പേര്. അതില് 3 എണ്ണുണ്ട്. കനകം, കാമിനി, കലഹം. എന്നാ കനകം, കാമിനി, കലഹം. ഇത് ക്വസ്റ്റ്യൻസ് എല്ലാം വരട്ടെ. ഞാൻ കേട്ടിക്കൊള്ളില്ല. അടുത്ത ക്വസ്റ്റ്യൻ. കേശു ഈ വീടിന്റെ നാഥൻ. ഓക്കെ, ഏകദേശം നമ്മള് എൻഡിങ്ങിലേക്ക് എത്താൻ പോവാണ്. ഓക്കെ, മിസ്റ്റർ ഗോസ്റ്റ്. അല്ല, പട്ടണം എടുത്തു. ഇവിടെ ആരെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? പുരുഷ പ്രേതം. പുരുഷപ്രേതം എന്ന് പറയുന്ന സിനിമ ഉണ്ടോ? ഉണ്ടാവും. ഞാനൊരു രസടിച്ചതാ. ഇതാരാ? ഞാൻ മണിക്കുട്ടി കൊടുത്തില്ല. ആദ്യം ഫസ്റ്റത്തെ കിട്ടുന്നില്ലെങ്കിൽ രണ്ടാമത്തെ എന്നാന്ന് ആലോചിച്ചു നോക്കിയാ. രണ്ടാമത്തെ
എന്താണിത്? ഇത് നമ്മളെ ജീരകം ആ അന്നേരം സുഗന്ധദ്രവ്യങ്ങൾ. അല്ല അതിനല്ല നടുന്ന സാധനങ്ങളല്ലേ. വിത്ത്. ആ അന്നേരം ഇത് ആരാണ്? അസുരവിത്ത്. ലാസ്റ്റ് കണ്ണിലുട്ടിക്കുന്ന മരുന്ന്. കണ്ണിലുണ്ടി കൺമണി. ഫസ്റ്റ് ആദ്യം കണ്ണാണോ? ലാസ്റ്റ് ആദ്യം ഇങ്ങനത്തെ മൂടി മൂടിയാണോ? കൺമീൻ. അല്ല ഇത് കളറാ. കൺമണി. ആദ്യം കണ്ണല്ല ഗൈസ്. അല്ല അതെന്താ മരുന്നാ? അത് ഇതാ ക്രയോൺസ്. അന്നേരം അത് എന്തിനാ ഇത് നീക്കുന്ന? എന്തിനാണ് അത് സൂചിപ്പിക്കുന്നത്? എന്തിനായി? നിറം. ആ ആ നിറല്ലേ തുടക്കം. അതൊക്കെ അറിയില്ല. അത് എന്തിനാ? അത് വേറെ വാക്കുകളാവാം. വളരെ കളർ കണ്ണ്. ഓക്കെ കൺമണി. ഈ ലോക്കെ എടുത്തു. വർണ്ണപ്പകിട്ട്. അല്ല കണ്ണുകൊണ്ട് നമുക്ക് എന്നാ കിട്ടുക? വർണ്ണ കാഴ്ചകൾ. തീർന്നാ? ഓക്കെ അങ്ങനെ നമ്മുടെ ഈ മത്സരത്തിൽ വിജയകരമായി ഞാൻ തോറ്റിരിക്കുന്നു. വിജയകരമായി ആദ്യമായ ഒരു ചലഞ്ച് ചെയ്യിച്ചിരിക്കുന്നു. ഓക്കെ നമുക്ക് ടോട്ടൽ മാർക്ക് നോക്കാം. ദിയ എന്റെ മാർക്ക് മാത്രം പറഞ്ഞാൽ മതി. എന്നെ അങ്ങനെ മാർക്ക് കുറച്ച് ചെറുതാക്കണ്ട. വളരെ അടിപൊളിയായിട്ട് വിജയിച്ചിരിക്കുകയാണ്. അതിൽ വളരെ വളരെ അടിപൊളിയായിട്ട് തോറ്റിരിക്കുകയാണ് ഗൈസ്. തിരിച്ചു വരും. അപ്പൊ നെക്സ്റ്റ് സൺഡേ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്ക് ബൈ ബൈ.